നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നവരുടെ മെയിൻ പ്രശ്നമായിരിക്കല്ലേ, എവിടെയെങ്കിലും മെറ്റീരിയൽസ് കണ്ടാൽ അപ്പം തന്നെ വാങ്ങിക്കൂട്ടുക. എന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് തയ്ച്ചാലായി. ഞാൻ അങ്ങനെ വാങ്ങിക്കൂട്ടിയ മെറ്റീരിയൽസ് ആട്ടോ ഇതെല്ലാം. ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാ, ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു മെറ്റീരിയൽ, ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാട്ടോ. മീഷോയിൽ നല്ല വിലക്കുറവിൽ നല്ല മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. ഇതും മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാ. ഇത് കുർത്തിയും അതുപോലെ തന്നെ പാൻറ്റും അടിക്കാൻ അത്രയുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. 5 മീറ്ററോളം ഉണ്ട്. ഇതും മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. ഇതും 5 മീറ്ററോളം വരും കേട്ടോ. കോഡ് സെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരു സമയത്ത് കോഡ് സെറ്റ് എന്ന് പറയുന്നത് എനിക്കൊരു പ്രാന്തായിരുന്നു. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ തന്നെ കോഡ് സെറ്റ്, ടോപ്പ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള മെറ്റീരിയൽസ് വാങ്ങി കൂട്ടുമായിരുന്നു. അങ്ങനെ വാങ്ങി കൂട്ടിയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. ഒരുപാട് നാളായിട്ട് ഈ മെറ്റീരിയൽസ് ഒക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഇനി പയ്യെ പയ്യെ ഓരോന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതും അതുപോലെ തന്നെ ടോപ്പും പാൻറ്റും അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട്. ഈ ഒരു സമ്മർ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആട്ടോ ഇതൊക്കെ. കാരണം ഇതെല്ലാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. നമുക്ക് ലൈനിങ് ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ഞാൻ അടുത്ത ഷോപ്പുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് കുറഞ്ഞ വിലയ്ക്ക് കാണുമ്പോഴത്തേക്ക് വാങ്ങിച്ച് വെക്കുന്നതാണ് കേട്ടോ. വാങ്ങിച്ച് വെക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ, സ്റ്റിച്ചിങ് നടക്കുന്നില്ല. ഇതൊക്കെ ഏതൊക്കെയോ സമയത്ത് ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം കോട്ടൺ ആട്ടോ. എനിക്ക് കോട്ടൺ മെറ്റീരിയൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇനി കുറച്ച് പണി കൂടെ ഉള്ളൂ, ബാക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എൻ്റേതാകുമ്പോഴത്തേക്ക് ഞാൻ പയ്യെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയുള്ളൂ. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് പോയി ചെന്ന് റെഡിമെയ്ഡ് എടുക്കുക. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. ഇനി ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കണം.